ഹലോ, നാം ഇന്നൊരു പുതിയൊരു തൊഴിൽ മേഖലയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സാധാരണ പരമ്പരാഗതമായ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലുകളെക്കുറിച്ച്, തൊഴിൽ സാധ്യതകളെക്കുറിച്ച് നാം ഇവിടെ ചിന്തിച്ചു വരികയാണല്ലോ. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു തൊഴിലിലേക്ക് കടക്കുമ്പോൾ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ഉയർച്ചകളെക്കുറിച്ചും അറിയുന്നതോടൊപ്പം തന്നെ തൊഴിലിനോടുള്ള അഭിരുചി എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. സാധാരണഗതിയിൽ നാം 10ാം തരം കഴിയുമ്പോഴേ കുട്ടികളെ +2-ലും അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അടുത്ത കോഴ്സുകളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെ നയിക്കുന്നത് ചില പരമ്പരാഗതമായ ചിന്തകളിലൂടെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ സ്കില്ല് അനുസരിച്ച്, അവരുടെ അഭിരുചിക്കനുസരിച്ച്, അവരുടെ പാഷൻ അനുസരിച്ച് കുട്ടികളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ തൊഴിലിലേക്ക് എത്തിക്കുന്നതായിരിക്കണം ഒരു തൊഴിലിൻ്റെ തിരഞ്ഞെടുപ്പ്. ഒരു തൊഴിലിന് മഹാത്മ്യമുണ്ടാകാം, ധാരാളം പ്രതിഫലം ലഭിക്കുന്നതുമാകാം. പക്ഷേ ആ മഹാത്മ്യമല്ല ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു തൊഴിലിന് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ആ തൊഴിലിൻ്റെ മഹാത്മ്യത്തോടല്ല, അതിനെക്കുറിച്ച് തനിക്കുള്ള ഒരറിവ്, താല്പര്യം അതിലുണ്ടോ എന്നാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് കരിയർ കൗൺസിലിങ്ങിൻ്റെ പ്രസക്തി. ശരിക്കും പറഞ്ഞാൽ കരിയർ കൗൺസിലിംഗ് വളരെ ചെറിയ ക്ലാസ് മുതലേ തുടങ്ങിയെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അവരുടെ +2 അല്ലെങ്കിൽ 10ാം തരം ഒക്കെ എത്തുമ്പോൾ അവരുടെ യഥാർത്ഥ അഭിരുചി എന്താണ് എന്ന് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, അനാലിറ്റിക് ടെസ്റ്റുകൾ, ടാലൻറ്റ് ടെസ്റ്റുകൾ, അവരുടെ അഭിരുചി പരിശോധനകൾ തുടങ്ങിയവ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ശരിക്കും ഒരു കരിയർ കൗൺസിലിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. അതുവഴിയാണ് നാം ഇവിടെ ചിന്തിച്ചു പോകുന്നത്. തൊഴിൽ മേഖലകൾ അനർഗളമായി തുറന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത തൊഴിൽ മേഖലകൾ ആവിർഭവിച്ചു വരുന്നു, അല്ലെങ്കിൽ എമേർജിങ് ജോബ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് പുത്തൻ തൊഴിലുകൾ കടന്നു വരുന്നത് നാം അറിയാതെ പോകരുത്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ തൊഴിൽ മേഖലയും തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള നൈപുണ്യത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സാങ്കേതിക വളർച്ച ഒരു വെർച്വൽ ലോകത്തിലേക്കാണ് ഇന്ന് മാനവരാശിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഈ വെർച്വൽ ലോകത്തിൽ ഒരു നിധി അടങ്ങിയിട്ടുണ്ട്. അനേകങ്ങളായ, ലക്ഷങ്ങളായ, മില്യൺസ് ഓഫ് ഡേറ്റ എന്ന് നാം ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആ ശ്രദ്ധിക്കപ്പെട്ട ഡേറ്റയുടെ പ്രാധാന്യം ഒരു തൊഴിലിലേക്ക് വഴിതിരിച്ചു വിടുവാൻ സഹായിക്കുന്നുണ്ട്. ഡേറ്റകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സാങ്കേതിക മേഖലകളെ തകർക്കുക, അല്ലെങ്കിൽ അവിടെ ചാരന്മാരായിട്ടോ ചോരന്മാരായിട്ടോ കടന്നു കയറുന്നവരുണ്ട്. വലിയ നിധികൾ സൂക്ഷിക്കാൻ സെക്യൂരിറ്റികളെ ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഡേറ്റ ഇന്ന് പ്രഷ്യസ് മെറ്റൽസിനേക്കാളും വില കൂടിയ ഒരു ആസ്തിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പലതുണ്ട്, നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ഡേറ്റകളെ തകർക്കുവാൻ, അല്ലെങ്കിൽ മോഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ ഒരു രഹസ്യ വിവരങ്ങൾ ചോർത്തുവാനൊക്കെ തുനിയുന്ന ഒത്തിരി ആൾക്കാർ ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ഹാക്കർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. നമ്മുടെ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ടുകളെ ഹാക്ക് ചെയ്തു, നമ്മുടെ സ്ഥാപനങ്ങളെ ഹാക്ക് ചെയ്തു, പല സ്ഥാപനങ്ങളിലെയും വലിയ വലിയ കമ്പ്യൂട്ടേഴ്സിനെ ഹാക്ക് ചെയ്തു എന്നൊക്കെ നാം കേൾക്കുമ്പോൾ ഹാക്കിങ്ങിനെ കുറിച്ച് നമുക്ക് പരിചിതമായിരിക്കുന്നു. എന്തോ തകർന്നു, എന്തോ ബ്രേക്ക് ചെയ്തു, എന്തോ മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ നാം അവിടെ ചിന്തിക്കേണ്ടത് ഹാക്കേഴ്സ് എന്ന ഒരു പുതിയ
തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണർന്നിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെയോ, an ounce of prevention is worth a pound of cure എന്ന് പറയുന്നത് പോലെയോ ഒരു പുതിയ തൊഴിൽ ലോകത്ത് ആവിർഭാവം ചെയ്തത് അത്ര അടുത്തൊന്നുമല്ലെങ്കിലും അറിയപ്പെട്ടു തുടങ്ങിയത് അടുത്ത കാലത്താണ്. എത്തിക്കൽ ഹാക്കേഴ്സ്. എത്തിക്കൽ എന്നുള്ള വാക്ക് തന്നെ നീതിയെ നന്മയെയൊക്കെ സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഹാക്കേഴ്സ് 3 തരത്തിലുണ്ട്. 3 അല്ല, അനവധി തരത്തിലുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 3 ഹാക്കേഴ്സിനെയാണ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഇതിൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നവർ ആ നിറം സൂചിപ്പിക്കുന്നത് പോലെ ദുരുദ്ദേശത്തോടുകൂടി കമ്പ്യൂട്ടറുകളിലും നെറ്റ്വർക്കിലും കടന്നു കയറി അതിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ചോർത്തിക്കൊടുക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലാഭമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നവരാണ്. സ്പൈസ്, സൈബർ ക്രിമിനൽസ് ആണവർ. അതേസമയം ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് അവർ സതുദ്ദേശവുമില്ല ദുരുദ്ദേശവുമില്ല, ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടോ ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡോടുകൂടിയോ ചെയ്യുന്നത് ആണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നവർ. നാം ഇവിടെ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെയാണ്. ദേ ആർ കോൾഡ് എത്തിക്കൽ ഹാക്കേഴ്സ്. സതുദ്ദേശത്തോടുകൂടിയും നീതിയായിട്ടും നിയമപരമായിട്ടും അറിവോടുകൂടിയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലും നെറ്റ്വർക്കുകളിലും അതുമായി ബന്ധപ്പെട്ട ശൃംഖലകളിലും അത് തകർന്നു പോകാതെ സൂക്ഷിക്കാൻ തക്കവണ്ണം പ്രോഗ്രാമിംഗ് അറിയാമെന്നുള്ള ഒരാളിനെയാണ് എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹീസ് എ പ്രോഗ്രാം ജീനിയസ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കമ്പ്യൂട്ടറിനകത്ത് എന്തെല്ലാം സാധ്യതകൾ, അപകടങ്ങൾ പതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ദിവസം 30,000-ത്തിലധികം മാൽവെയർസ് അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാനുള്ള, ഡേറ്റകളെ നശിപ്പിക്കാനുള്ള ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അലർട്ടായിരിക്കേണ്ടുന്ന ഒരു ജോലി എത്തിക്കൽ ഹാക്കേഴ്സ്. അഭിരുചി വേണം ഇതിന്. ഒരു ജോലിയുടെ മാഹാത്മ്യമല്ല, ആ ജോലിയോടുള്ള അഭിനിവേശം, താല്പര്യം. അപ്പോൾ ഒരു എത്തിക്കൽ ഹാക്കറാകാൻ എന്തൊക്കെ നൈപുണ്യങ്ങളാണ്, അഭിരുചിയാണ്, പാഷനാണ് ആവശ്യം? അദ്ദേഹത്തിന് സ്ഥിരോത്സാഹം വേണം. അതിനേക്കാൾ ഉപരി ക്ഷമാശീലം വേണം. ഒരു ഡീറ്റെയിൽഡ് ഐ വേണം, എല്ലാം കണ്ടു മനസ്സിലാക്കുവാൻ, മൈന്യൂട്ട് ഡോട്ട്സ് വരെ മനസ്സിലാക്കുവാൻ. ഇൻക്വിസിറ്റ് മൈൻഡ് വേണം. ആ പ്രകൃതമുള്ള ഒരാളിന് പ്രോഗ്രാമിങ്ങിനോടുള്ള, കമ്പ്യൂട്ടറിൻ്റെ വിവിധ വശങ്ങളുണ്ട്, പക്ഷേ പ്രോഗ്രാമിങ്ങിൽ ഒരു അഭിനിവേശം, ഒരു പാഷൻ ഉള്ള ഒരു വ്യക്തിക്ക് എത്തിക്കൽ ഹാക്കറാകാം. ഇനി ഒരു എത്തിക്കൽ ഹാക്കർ ആകുന്നതിനുള്ള യോഗ്യത എന്താണ്? ഒരു എത്തിക്കൽ ഹാക്കർ ആകുന്നതിന് സ്വാഭാവികമായും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലുള്ള ഒരു ബിരുദം ആവശ്യമാണ്. അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിൽ അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമയായാലും എത്തിക്കൽ ഹാക്കിംഗ് ജോലിയിലേക്ക് കടക്കുവാൻ സാധിക്കുന്നതാണ്. സാധാരണ ഒരു ബിരുദമാണ് യോഗ്യതയെങ്കിലും ചില സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഓതറൈസ്ഡ് സ്റ്റഡി സെൻറ്റേഴ്സ് എന്ന് നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ചില സംസ്ഥാനങ്ങളിലുണ്ട്. അവിടെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഡിഗ്രിയുള്ള ഒരാളിന് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിരുദമുള്ള ഒരാളിന്
നെറ്റ്വർക്കിൽ ഡിപ്ലോമയുള്ള ഒരു വ്യക്തിക്ക് ഒക്കെ അവിടെ വിദ്യാഭ്യാസം ചെയ്യാവുന്നതാണ്. എത്തിക്കൽ ഹാക്കിങ്ങിൽ ഉന്നത ബിരുദം നേടാവുന്നതാണ്. പക്ഷേ കേരളത്തിലെ CDAC-ൽ 10ാം തരം കഴിഞ്ഞ ചില കുട്ടികൾക്കായിട്ട് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഹ്രസ്വകാല കോഴ്സുകൾ നടത്തുന്നുണ്ട്. അത്തരം കോഴ്സുകൾ ഒരു എൻട്രി എന്നുള്ള ലെവലിനെ സഹായിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് അവിടെ അവരുടെ അഭിരുചിക്കനുസരിച്ച് ഇത് മനസ്സിലാക്കി പഠിക്കുവാൻ സഹായിക്കുന്നു. ഏതൊരു തൊഴിലും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലത്തിനെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. പക്ഷേ പ്രതിഫലത്തിൽ മാത്രമായി പോകരുത് ചിന്ത. ആദ്യമേ നാം ഡിസ്കസ് ചെയ്യുന്നത് പോലെ അഭിരുചി, അതിനുള്ള താല്പര്യം, കൺസിസ്റ്റൻസി, സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള കഴിവ്, അതൊക്കെ നിലനിൽക്കുക തന്നെ ഒരു എത്തിക്കൽ ഹാക്കറിന് എന്ത് പ്രതിഫലം കിട്ടും എന്ന് നമുക്ക് പരിശോധിക്കാം. പെനിട്രേഷൻ ടെസ്റ്റേഴ്സ്, സെക്യൂരിറ്റി അനലിസ്റ്റ്, ഇങ്ങനെ പല പേരുകളിലും ഒരു എത്തിക്കൽ ഹാക്കറിനെ അപ്പോയിൻ്റ് ചെയ്യാറുണ്ട് വലിയ കമ്പനികൾ. IBM, ഏണസ്റ്റ് ആൻഡ് യങ്, പല വലിയ കമ്പനികളിലും ഇങ്ങനെയുള്ള എത്തിക്കൽ ഹാക്കേഴ്സ് എന്നുള്ള പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുമ്പോൾ അവരുടെ ഒരു ശരാശരി സാലറി എന്ന് പറയുന്നത്, വാർഷിക സാലറി എന്ന് പറയുന്നത് 3 ലക്ഷം മുതൽ എക്സ്പീരിയൻസ് വർദ്ധിക്കുന്നതനുസരിച്ച് 30 ലക്ഷം വരെ പോകാറുണ്ട്. അപ്പോൾ ഇത്രയും ആകർഷകമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ജോലിയിലേക്ക് കടക്കുവാൻ താല്പര്യമുള്ളവർ കൂടുതൽ അറിയുകയും പഠിക്കുകയും അറിവുള്ളവരെ സമീപിക്കുകയും ചെയ്യുക. കാലത്തിനൊത്ത് മാറി പുതിയ തൊഴിലുകൾക്കായി ചിന്തിക്കുക.